തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവായ്സിന് മെഡിക്കൽ കോളേജിൽ പഠനം തുടരാം. PG പഠനം വിലക്കിയ ആരോഗ്യ സർവകലാശാല ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഒരാഴ്ചയ്ക്കകം പുനഃപ്രവേശനം നൽകണമെന്നും അനിഷ്ട സംഭവങ്ങൾ കോളേജ് അധികൃതർ തടയണമെന്നുമാണ് ഉത്തരവ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, ഇപ്പോൾ ഷഹനയ്ക്ക് നീതി ഉറപ്പാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കോടതിയുടെ വഴിയിൽ റുവായ്സിന് പഴയതുപോലെ തന്നെ കോളേജിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയല്ലേ? 3 മാസത്തിനിടയ്ക്ക് ഇത് രണ്ടാം തവണയാണ് ഹൈക്കോടതിയിൽ നിന്ന് റുവൈസിന് ആശ്വാസകരമായ ഒരു നടപടി ഉണ്ടാകുന്നത്. ഇത് ആദ്യമുണ്ടായത് കഴിഞ്ഞ ഡിസംബർ മാസം 23-ാം തീയതിയാണ്. അന്നാണ് റുവൈസിന് ജാമ്യം നൽകിയത്. കാരണം 12 ദിവസത്തോളം മാത്രമാണ് റുവൈസ് ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതി റുവൈസ് ജയിലിൽ കിടന്നത്. വളരെ വേഗം തന്നെ ഏതാണ്ട് 12 ദിവസങ്ങൾക്കകം തന്നെ റുവൈസിന് ഹൈക്കോടതി ജാമ്യം നൽകുകയായിരുന്നു. ക്രിസ്മസ് അവധിക്ക് തൊട്ടുമുമ്പാണ് ജാമ്യം നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് റുവൈസ് നിലവിൽ കോളേജിൽ നിന്നും സസ്പെൻഷനിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഓർത്തോ വിഭാഗം വിദ്യാർത്ഥിയായ റുവൈസ് നിലവിൽ സസ്പെൻഷനിലാണ്. ഈ സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് റുവൈസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണം, റുവൈസിന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് റുവൈസിന്റെ അപേക്ഷ പരിഗണിക്കണമെന്നും അതിന്മേൽ തീരുമാനമെടുക്കണം എന്നുമായിരുന്നു. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എടുത്ത തീരുമാനം റുവൈസിന്റെ സസ്പെൻഷൻ റദ്ദാക്കേണ്ടതില്ല എന്ന തീരുമാനമായിരുന്നു. ഇതിനെതിരെ ആരോഗ്യ സർവകലാശാലയിൽ റുവൈസ് അപ്പീൽ നൽകിയെങ്കിലും കോളേജ് പ്രിൻസിപ്പലിന്റെ തീരുമാനം ആരോഗ്യ സർവകലാശാലയും അംഗീകരിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് വീണ്ടും റുവൈസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ അനുകൂലമായ ഒരു നിലപാട് ഹൈക്കോടതിയിൽ നിന്നും ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി റുവൈസിന് അനുകൂലമായ ഒരു നിലപാട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. റുവൈസിന് പഠനം തുടരാം എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഒരാഴ്ചയ്ക്കകം റുവൈസിന് കോളേജിൽ പ്രവേശനം നൽകണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശനം നൽകണം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പഠനം നിലച്ചു പോകുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയെ ബാധിക്കുമെന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടിയും. ഒരാഴ്ചക്കുള്ളിൽ കോളേജ് അധികൃതർ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കണം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് റുവൈസ് വീണ്ടും കോളേജിലേക്ക് എത്തുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരം അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത തടയണം എന്നുമാണ് ഹൈക്കോടതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ നിർദ്ദേശം. എന്തായാലും ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG പഠനം തുടരാം. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കൊച്ചിയിൽ നിന്ന്.